ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ വരാൻ കാരണമെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വീണ്ടും വീഡിയോ ഇടുകയാണ്. അപ്പോഴും നിങ്ങളെ സഹായിക്കണം. കാരണം എന്ന് വെച്ചാൽ റെൻറ്റ് കൊടുക്കാൻ പറ്റാണ്ടൊരവസ്ഥയാണ്. കുട്ടികളെ വയ്യായ്മയും ഹോസ്പിറ്റൽ കേസും. അപ്പോഴും എനിക്ക് വീട് എങ്ങനെയെങ്കിലും ആയെങ്കിലും ഒരു ജോലിക്ക് പോകാമായിരുന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു പെങ്ങളെ സ്ഥാനത്തിട്ട് കണ്ടിട്ട് ഒന്ന് സഹായിക്കണം. കാരണം എന്ന് വെച്ചാൽ ബന്ധുക്കളൊക്കെ ചെറിയ രീതിയിലൊക്കെ സഹായിച്ച്, ചെറിയ രീതി അവരെ കൊണ്ടൊക്കുന്ന പോലെ അൽഹംദുലില്ലാ സഹായിച്ച്. പക്ഷെ എന്നാലും വീട് ഇപ്പോഴത്തെ സാധനങ്ങളെ വില അറിയാമല്ലോ. എനിക്ക് എങ്ങനെയെങ്കിലും വാർത്തിട്ട് അകം സിമൻ്റ് ഇട്ട് ബാത്റൂമും അടുക്കളയും ശരിയാക്കിക്കൊണ്ട് കയറണമെന്നാണ് ആഗ്രഹം. കാരണം ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ, പുറമൊന്നും ചെയ്യുന്നില്ല. അകം പൂശി. കാരണം മോൾക്ക് അലർജി പ്രശ്നമുണ്ട്. 3 പിള്ളേരെ കാര്യം നോക്കാൻ, അവരെ വിശപ്പ്, വസ്ത്രം, അവർക്ക് ഒന്ന് എനിക്ക് സുരക്ഷിതമായിട്ട് കൈകളിൽ വാപ്പാരുടെ അടുത്തും ഉമ്മാരുടെ അടുത്തും വാപ്പാക്കും വയ്യാണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇനി വാപ്പാനെ നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോഴങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ നിങ്ങളെ മുമ്പ് കൈ നീട്ടുന്നതിനാണ് ഒരു വീട് വെക്കാനായിട്ട്. എനിക്കൊരു കയറി കിടക്കാടത്തിന് വേണ്ടിയാണ് ഞാൻ കൈ നീട്ടുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. എനിക്കൊരു ജോലി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരുപാട് സ്വയം തൊഴിൽ ഞാൻ കണ്ടെത്താനായിട്ട് ഒരുപാട് ശ്രമിച്ച്. പക്ഷേ വിജയിക്കില്ല. കാരണം ഒരു എത്രയെന്നും പറഞ്ഞ് നടന്നു പോകും. കാരണം മസിൽ പെയിൻ ഉണ്ട് എനിക്ക്, മസിലിൽ നീര് കയറുന്ന പ്രശ്നം, ഓവർ കാല് സ്ട്രെയിൻ എടുത്ത് നടക്കാനും പറ്റൂല. പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസുകൾ ചെറുതിലേക്കുള്ള വ്യക്തിയായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഫിസിയോതെറാപ്പി ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇതേ പ്രശ്നം കണ്ടിന്യൂ ആയിട്ട് തുടരുകയാണെങ്കിൽ. അപ്പം നിങ്ങളൊന്ന് എന്നെ സഹായിക്കണം. എന്തിനാണ് എനിക്കൊരു വീടിന് വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ട് ചെറിയ രീതിയിലൊക്കെ കിട്ടി. ഇന്നലെ ഒരു ജോലിയില്ല, 3500 രൂപ വാടക. ആരെങ്കിലും ഒരു തണലുണ്ടായിരുന്നെങ്കിൽ ഞാനിതുപോലെ ആരെയും മുമ്പ് കൈ നീട്ടൂലായിരുന്നു. കാരണം മാമച്ചി മുൻകൈയിൽ ഇറങ്ങി ഇവിടം വരെ എത്തി. അതായത് ഇനിയും തടി ജനലിൻ്റെ കട്ടളയൊക്കെ മേടിക്കണം. അപ്പോൾ എല്ലാ സാധനങ്ങളെയും ഇത് നിങ്ങൾക്കറിയാമല്ലോ ചിലവ്. അപ്പോൾ ഒരാൾ ഒരു 10 രൂപ ആയാലും അൽഹംദുലില്ലാ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോണ്ടാക്റ്റ് നമ്പർ. നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്, എടുത്ത് വിളിക്കണം, എന്നെ ഒന്ന് സഹായിക്കണം. അപ്പോഴും ഞാൻ അക്കൗണ്ട് നമ്പരൊക്കെ തരാം. എന്നെ ഒന്ന് സഹായിക്കണം പെങ്ങളെ പോലെ കണ്ടിട്ട്. കാരണം ഇന്നാലും എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റും. ഇവർ 3 പേര്, ഒരാൾക്ക് ഇപ്പോൾ വയ്യാണ്ടുള്ളൊരവസ്ഥയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. നമ്മുടെ കയ്യിൽ പൈസ നിൽക്കില്ല അസുഖങ്ങൾ വന്നാൽ. അപ്പോൾ എനിക്കൊരു ജോലിക്ക് പോകണം. പിന്നെ വീട്ടിൽ ഇരുന്നിട്ട് ഭയങ്കര മാനസിക പ്രശ്നങ്ങളും, കാരണം ചില ഭാഗത്തു നിന്നുണ്ടാകുന്ന ചോദ്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കൊക്കെ ഉള്ളൊന്ന് പെടയും. നമുക്കിപ്പം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ ലോകത്തേക്ക് ഏറ്റവും ക്രൂരൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മൃഗങ്ങളെക്കാട്ടി മനുഷ്യനാണെന്ന്. കാരണം എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. ഞാനിപ്പോൾ ഒരു നിവർത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ, അതായത് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും എടുത്ത് വെച്ചിട്ട് കമൻ്റായിട്ട് ഇടാം, മെസ്സേജ് അയക്കാൻ പേഴ്സണലി പറ്റൂല. ഇൻസ്റ്റഗ്രാമോ വാട്സപ്പ് പോലെയോ അല്ല യൂട്യൂബ് ചാനൽ. അത് നമുക്കൊരു വരുമാനത്തിന് വേണ്ടിയാണ്. ഞാനിപ്പോൾ എൻ്റെ ഓൺ വോയിസിൽ തന്നെ ഞാൻ വന്നിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും നിവർത്തി ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇവരെ പഠിപ്പിക്കുക, ഉള്ളതെല്ലാം ഞാൻ വിറ്റ്. ഇനിയുണ്ട് എനിക്ക് കടം ചെറിയ രീതിയിലൊക്കെ. എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ കടങ്ങളുണ്ട് എനിക്ക്. അത് വലിയ എമൗണ്ട് അല്ല, ചെറിയ രീതിയിൽ കടയിലായാലും സാധനങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് കടങ്ങളൊക്കെയാണ് ഞാൻ മേടിക്കുന്നത്. പിന്നും അത് കൊടുക്കും, വല്ലതും കിട്ടുകയാണെങ്കിൽ നികത്തും. എനിക്കൊരു ജോലിക്ക് പോകണം, ഈ മക്കളെ നോക്കാൻ. 3500 വാടക, പിന്നെ പിള്ളേരെ കാര്യം, അവരെ ഭക്ഷണം, സാധനങ്ങളെ വില. അപ്പം നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ വോയിസ്. ഒന്ന് സഹായിക്കണം പ്ലീസ്. എനിക്ക് വീട് വയ്ക്കാൻ വേണ്ടി അള്ളാനെ ഓർത്തിട്ട്. നമ്മൾ ആരും കൊടുത്തെന്നും പറഞ്ഞ് നമ്മുടെ സമ്പത്തിൽ നിന്ന് കുറയില്ല, അതിൻ്റെ ഇരട്ടി റബ്ബ് തരും. നല്ല ദീനിയായ മനുഷ്യർ ഇത് വീഡിയോസ് കാണുകയാണെങ്കിൽ നല്ല മനുഷ്യരെ എടുത്ത് വെച്ച് വിളിക്കണം, എന്നെ സഹായിക്കണം. കാരണം വെച്ചാൽ എനിക്കൊരു ജോലിക്ക് പോകണം. ഈ 3 മക്കളെ വളർത്തണം. ആരെയും മുമ്പ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഉമ്മയും അപ്പയും ഞാനാണ്. എനിക്ക് ഈ അവസ്ഥയൊന്നും വരുമെന്ന് ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. റബ്ബിൻ്റെ തീരുമാനം ഇൻഷാ അല്ലാ. ദയവ് ചെയ്തിട്ട് വേറൊരു കാര്യം കൂടെ പറയണം. ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും കൊണ്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് തുഴയുന്നത്. ഒറ്റയ്ക്കാണ് തുഴയണത്. നമ്മൾ ഈ 3 മക്കളെ വയറ് നിറയ്ക്കാനും 4 പേർക്ക് കഴിക്കണ്ടേ. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഒരു വീടിന് വേണ്ടി സഹായിക്കണം. കാരണം വീട് പണി മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ സഹായിക്കണം. നിങ്ങളെ പെങ്ങളെ സ്ഥാനത്തിട്ട് കണ്ടിട്ട് സഹായിക്കണം.
നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത്. ആരും ഇത് അനാവശ്യമായിട്ട് എടുത്ത് കണ്ടിട്ട് കളയരുത്. കാരണം വാപ്പാൻ്റെ അവസ്ഥ എങ്ങനെയാണ്, എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്നൊരവസ്ഥയായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥയൊന്നും വരൂലായിരുന്നു. വാടക മാത്രം നോക്കിയാൽ മതിയായിരുന്നു ഈ മക്കളെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെത്. അപ്പം നിങ്ങൾ എന്നെ സഹായിക്കണം, സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. അസ്സലാമു കോണ്ടാക്റ്റ് ചെയ്യണം. ഞാൻ എൻ്റെ മെയിൻ ഹെഡിങ് എൻ്റെ ഫോൺ നമ്പറാണ് വെക്കുന്നത്, അതിൽ വാട്സപ്പ് ഉണ്ട്. അപ്പോൾ ശരി എന്നാൽ അസ്സലാമു